HIV പോസിറ്റീവ് ആയാൽ എന്ത് ചെയ്യും? മരണമുറപ്പായി, ജീവിതം അവസാനിച്ചു എന്നിങ്ങനെ പല ഉത്തരങ്ങളും നിങ്ങളുടെ മനസ്സിൽ കടന്നു പോയേക്കാം. വാട്ട് ഇഫ് ഐ ടോൾഡ് യു HIV അസുഖത്തോടുകൂടി ജനിച്ച ഒരാൾ, സെറിബ്രൽ പാൽസി ജന്മനാ ഉള്ളൊരാൾ, അദ്ദേഹവും ഭാര്യയും ഇപ്പോൾ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനായി കാത്തിരിക്കുകയാണ്. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ആരോഗ്യമുള്ള വ്യക്തികൾ ആരോഗ്യമുള്ള കുടുംബങ്ങളെയും കുടുംബങ്ങൾ ആരോഗ്യമുള്ള സമൂഹത്തെയും സൃഷ്ടിക്കുന്നു. ശരീരവും മനസ്സും സമൂഹവും ഒരുപോലെ ആരോഗ്യമുള്ളതാക്കാം. ലെറ്റ്സ് നോട്ട് ജസ്റ്റ് ക്യൂർ ഡിസീസസ്, ലെറ്റ്സ് സോൾവ് ദ റിയൽ പ്രോബ്ലംസ് ആൻഡ് റീഡിഫൈൻ ഹെൽത്ത് ടുഗദർ. ആദ്യം ആരോഗ്യം. മെഡിക്കൽ സയൻസിന്റെ പുരോഗതിയുടെ സാക്ഷ്യമാണ് ജോസഫ് കിപ്ലർ എന്ന 35 വയസ്സുകാരനായ അമേരിക്കക്കാരൻ്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ കാരി കോക്സിന്റെയും ലൈഫ് സ്റ്റോറി. ജോസഫ് ജനിക്കുന്നത് HIV പോസിറ്റീവ് ആയിട്ടാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം HIV വൈറസിനോടുള്ള യുദ്ധമായിരുന്നു. ജോസഫും അദ്ദേഹത്തിന്റെ പാർട്ട്ണർ കാരിയും ഒരുമിച്ച് തുടങ്ങിയ ജീവിതയാത്രയിൽ അവർ നേരിട്ട വെല്ലുവിളികൾ ചെറുതായിരുന്നില്ല. HIV സ്റ്റാറ്റസ് പോസിറ്റീവ് ആയിരുന്നെങ്കിൽ പോലും ജോസഫിന്റെ വൈറൽ ലോഡ് അൺഡിറ്റക്റ്റബിൾ ആയിരുന്നു. അതായത് കൃത്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിലൂടെ HIV വൈറസ് അദ്ദേഹത്തിന്റെ പങ്കാളിയിലേക്കോ കുട്ടികളിലേക്കോ പകരില്ല. HIV ബാധിതർ സമൂഹത്തിൽ ഇപ്പോഴും കടുത്ത അവഗണനയും സ്റ്റിഗ്മയും നേരിടുന്ന സാഹചര്യത്തിൽ ഒരു കുട്ടിയെ വളർത്താൻ അവരെടുത്ത തീരുമാനം ശാസ്ത്രലോകത്തിന്റെ കഥ മാത്രമല്ല, ഒരുപാട് പേർക്ക് പ്രചോദനമേകുന്ന സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും കഥ കൂടിയാണ്. HIV ഉള്ളവർക്ക് അവരുടെ ജീവിതം അതിന്റെ എല്ലാ സൗന്ദര്യത്തോടും കൂടി ആരോഗ്യകരമായി കുടുംബാംഗങ്ങളോടൊപ്പം ജീവിക്കാൻ കഴിയും എന്നാണ് ഈ കപ്പിൾ തെളിയിച്ചിരിക്കുന്നത്. എന്നാൽ അത് മാത്രമായിരുന്നില്ല അവരുടെ തലവേദന. കാരിക്ക് EDS അഥവാ ഏർലർ ഡാൻലോസ് സിൻഡ്രോം എന്ന ജനറ്റിക് കണ്ടീഷൻ കൂടി ഉണ്ടായിരുന്നു. ഇത് അവരുടെ കുട്ടികൾക്കും പാസ് ഓൺ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ജനറ്റിക് കണ്ടീഷനാണ്. കുട്ടി അഥവാ ഈ കണ്ടീഷനോട് കൂടിയാണ് ജനിക്കുന്നതെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകൾ നടത്തണം, എങ്ങനെ ആ അവസ്ഥയോടുകൂടി തന്നെ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാം എന്ന് തുടങ്ങിയ തയ്യാറെടുപ്പുകൾ അവർ നടത്തി വരുന്നുണ്ട്. തനിക്ക് HIV രോഗം ഉണ്ട് എന്ന് ജോസഫ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എയ്ഡ്സ് രോഗം ബാധിച്ച് ജീവിക്കുന്ന പലർക്കും പുതിയൊരു വെളിച്ചമാണ്. ജോസഫ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അദ്ദേഹം തന്റെ പോസ്റ്റിന് താഴെ ഇപ്രകാരം കുറിക്കുന്നു: വി ആർ ഡിസേബിൾഡ് പീപ്പിൾ, we are married, we are soon to be parents, we are actors and writers and artists, we are good friends and family, we are people who care deeply about the state of the world. സന്തോഷത്തോടെയുള്ള ജീവിതം ഈ ലോകത്ത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഡിസബിലിറ്റി ആൻഡ് ഡിസീസസ് നമ്മുടെ ലൈഫിന്റെ വാല്യൂ തീരുമാനിക്കുന്ന ഘടകങ്ങളായി മാറരുത്. ആദ്യം ആരോഗ്യം. തിരുവനന്തപുരത്ത് എവിടെയും ഡോക്ടർ വീട്ടിലെത്തി ചികിത്സ നൽകുന്നു. ഫാമെഡിക്കോ അർജന്റ് കെയർ ക്ലിനിക് 24 മണിക്കൂറും സേവനം ലഭ്യമാണ്. വിളിക്കൂ 8590255025.